തല്ലുകിട്ടിയ കോൺഗ്രസ്സുകാരനേക്കാൾ ധൃതി ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ, പൊതുജനങ്ങൾക്കുണ്ടെങ്കിൽ, ഒരുപക്ഷെ തല്ലുകിട്ടിയ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ വേദന കേരളീയ പൊതുസമൂഹത്തിനുണ്ട് എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാവാം. ഉപകാരസ്മരണ, കൗശലം, ഉപജാപക വൃന്ദം തുടങ്ങിയ വാക്കുകളൊക്കെ വളരെ കൃത്യമായി സെലക്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്ന ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വേണമെങ്കിൽ അന്ന് ശ്രീ പിണറായി വിജയന് ഇന്ന് ഈ പറയുന്ന പോലെ സാങ്കേതികത്വം പറയാമായിരുന്നില്ലേ? ശ്രീ ഷിജിത് പണിക്കർ, ADGP MR അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് 23 ദിവസമായി. അതിന്മേൽ നിയമോപദേശം തേടി എന്നൊരു വാർത്ത പ്രചരിച്ചിരുന്നു. പിന്നാലെ ഇത് SITക്ക് തിരിച്ചയച്ചു എന്നൊരു വാർത്തയും വരുന്നുണ്ട്. മുഖ്യമന്ത്രിയോടോ ആഭ്യന്തരമന്ത്രിയോടോ ഇതേക്കുറിച്ച് ചോദിച്ചാൽ പ്രൊസീജിയറിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുക്കലാണ് ഇരുവരും നടത്തുന്നത്. അങ്ങനെ ഒരിക്കലും അവസാനിക്കാത്ത നടപടിക്രമങ്ങൾ എന്ന് കാണുമ്പോൾ നാം എന്താണ് ധരിക്കേണ്ടത്? സത്യത്തിൽ ശ്രീ വിനു, ഇന്ന് മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായി പോയി എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിക്കുന്നത് തന്നെ നിങ്ങൾക്ക് പലർക്കും ഈ വിഷയത്തിൽ പല ധൃതിയുണ്ടാകും എന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. തല്ലുകിട്ടിയ കോൺഗ്രസ്സുകാരനേക്കാൾ ധൃതി ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്കുണ്ടെങ്കിൽ, പൊതുജനങ്ങൾക്കുണ്ടെങ്കിൽ, ഒരുപക്ഷെ തല്ലുകിട്ടിയ കോൺഗ്രസ്സുകാരേക്കാൾ കൂടുതൽ വേദന കേരളീയ പൊതുസമൂഹത്തിനുണ്ട് എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ധൃതി ഉണ്ടാകും. തന്നെയുമല്ല, ഒന്നാമത്തെ മന്ത്രിസഭാ സമ്മേളനത്തിൽ തന്നെ, ആ യോഗത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര അന്വേഷണം ഉണ്ടാകണമെന്ന് തീരുമാനിച്ചപ്പോൾ എന്താ ധൃതി എന്ന് ആരും ചോദിച്ചിരുന്നില്ല ശ്രീ വി ഡി സതീശനോട്, ഈ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടുള്ള, ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആരോടും. കാരണം അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്, അത് ശരിയായിട്ടുള്ള ഒരു നടപടിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇവിടെ മാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഒന്നും ഉണ്ടാകാതിരുന്നത്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വേണം ഇപ്പോൾ മാധ്യമങ്ങൾ ധൃതി കാണിക്കുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അടക്കം മനസ്സിലാക്കാനെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നടപടിക്രമം പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ചെയ്യണമെന്ന് ഇവിടെ ആരും തന്നെ പറഞ്ഞിട്ടില്ല. നടക്കേണ്ടുന്ന ന്യായമായിട്ടുള്ള നടപടിക്രമം അതിനെ എക്സ്പെഡിറ്റ് ചെയ്യുക, അതിനെ ഒന്ന് വേഗത്തിലാക്കുക എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ട് സർക്കാരിന് നിശ്ചയമായിട്ടും സാധിക്കും. കാരണം നമ്മുടെ നാട്ടിലുള്ളത് ജനാധിപത്യമാണ്, അല്ലാതെ പോലീസ് ആധിപത്യമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് അവിടെ പെൻഡിങ് ആണ് എങ്കിൽ അതിൽ പെട്ടെന്ന് തീരുമാനമെടുക്കൂ എന്ന് നിർദ്ദേശിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം സർക്കാരിനുണ്ട്. അതിൻ്റെ പേരിൽ ആരും തന്നെ കോടതിയിലൊന്നും കേസും കൊണ്ടൊന്നും പോയതുകൊണ്ട് ഒരു തരത്തിലുള്ള കാര്യമില്ല. അതൊക്കെ വെറും മുട്ടിന്യായങ്ങൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, അദ്ദേഹം പറയുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ എന്ത് പ്രസക്തിയാണ്, ഏഷ്യാനെറ്റ് അടക്കം സംപ്രേഷണം ചെയ്തിരിക്കുന്ന ആ വാർത്ത അബദ്ധമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെ അബദ്ധമാകും എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ പ്രസക്തി എന്തുകൊണ്ടാണ് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിന് ഇപ്പുറത്തേക്ക് പ്രസക്തമല്ലാതിരിക്കുന്നത്, പ്രസക്തി കുറയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് കുറച്ച് നിഷേധാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും, ഞങ്ങൾ പറയും, അപ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സമൂഹത്തിൽ പറയേണ്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. അത് അദ്ദേഹം തിരുത്തും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇവിടെയുള്ള ഒരു മാധ്യമങ്ങൾ കൊടുക്കുന്ന ഇതിലെ ഒരു വിജിലൻസ് എന്ന് പറയുന്നത് എന്തിനാണ്? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരോപണ വിധേയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാനത്തെ പോലീസിൻ്റെ ഏറ്റവും ഉയർന്ന ചുമതലകളിലേക്ക്, ആ റാങ്കിലേക്ക് വരിക എന്നുള്ളതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ ആ കൺസേൺ ഇവിടെ ആർക്കാണ് ഉണ്ടായിരുന്നത്? മാധ്യമങ്ങൾക്ക് മാത്രമാണോ? അതോ പൊതുസമൂഹത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണോ? അല്ല, ആ കൺസേൺ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. നേരത്തെ ഈ കൺസേൺ പ്രകടിപ്പിച്ചിരുന്ന ആൾക്കാരിൽ ഒരാൾ ശ്രീ വി ഡി സതീശനുമാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ADGPമാരെ എല്ലാവരെയും ഈ പോലീസ് ചീഫിൻ്റെ ഒരു പാനലിലേക്ക് കൊടുക്കുന്ന സമയത്ത് പിന്നീട് മുകളിൽ നിന്നുണ്ടായിരുന്ന UPSCയുടെ ചേഞ്ചസ് ഒക്കെ വന്നതുകൊണ്ടാണ് അജിത് കുമാർ അടക്കമുള്ള ആൾക്കാർ അതിൽ നിന്ന് മാറിയത്. പക്ഷെ അന്ന് ശ്രീ വി ഡി സതീശൻ അടക്കം പറഞ്ഞിരുന്നത് ADGP അജിത് കുമാറിനോട് ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് അന്നത്തെ സർക്കാർ കാണിക്കുന്നത് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ, അതായത് അദ്ദേഹത്തിന് ഒരു ഉപകാര സ്മരണ എന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിന് DGP റാങ്ക് നൽകാനായിട്ട് കഴിഞ്ഞ സർക്കാർ ശ്രമിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം ഉന്നയിക്കുന്ന ഒരാൾ അദ്ദേഹം ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏതാനും ദിവസങ്ങൾക്കകം ഇതിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി കൂടുകയാണ്, പുതിയ DGP സ്ക്രീനിങ് കമ്മിറ്റി കൂടുകയാണ് എന്ന് വന്നാൽ അതിലൊരു ആശങ്കയുണ്ട്. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്? ആ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഉള്ളത് ചീഫ് സെക്രട്ടറി ഉണ്ട്, ഹോം സെക്രട്ടറി ഉണ്ട്, DGP ഉണ്ട്, വിജിലൻസ് ഡയറക്ടർ ഉണ്ട്, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇതിൽ രണ്ടാൾക്കാർ, ഒന്ന് DGP, മറ്റൊന്ന് ഹോം സെക്രട്ടറി, ഇതിൻ്റെ നടപടിക്രമവുമായി ബന്ധപ്പെടേണ്ടുന്ന ആൾക്കാരുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ തീരുമാനമെടുക്കുന്ന സമയത്ത് ഈ ഒരു പെൻഡിങ് നടപടിക്രമത്തിനെ കുറിച്ച് അവർ പരിഗണിക്കുമോ? അതിൽ അദ്ദേഹത്തിനെതിരെ പരാമർശമുണ്ടോ? അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ക്ലിയറൻസ് കിട്ടുമോ എന്നുള്ളത് വളരെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചോദ്യമല്ലേ?
അപ്പോൾ സ്ഥാനക്കയറ്റം നൽകാനായിട്ട് പിണറായി സർക്കാർ തീരുമാനിച്ചപ്പോൾ ആ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ തന്നെ ശ്രീ വി ഡി സതീശൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ തന്നെ രണ്ട് കാരണങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, ശ്രീ അജിത് കുമാർ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നു. രണ്ട്, അദ്ദേഹം അന്വേഷണം നേരിടുന്നു. അന്വേഷണം എന്താണെന്നുള്ളത് നമുക്കറിയാം. സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടായിരുന്നു. പിന്നെ ആരോപണം എന്ന് പറയുന്നത് RSS നേതാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി, അത് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ്. ഇതിൽ ഈ അന്വേഷണം നടന്നിരിക്കുന്ന കേസുകളിലൊക്കെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ആരോപണം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണോ? ഒന്ന്. രണ്ട്, ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേസിൽ അദ്ദേഹം ആരോപണം നേരിടുകയുമാണ്. എന്ന് വെച്ചാൽ അന്ന് എന്തൊക്കെ കാരണത്താലാണോ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി ഡി സതീശൻ ശ്രീ MR അജിത് കുമാർ DGP സ്ഥാനത്തേക്ക് വരുന്നതിനെ എതിർത്തിരുന്നത്, അതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലേ ശ്രീ സതീശൻ? ഈ ചോദ്യം എന്ന് പറയുന്നത് അബദ്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണോ ശ്രീ സതീശൻ? മാധ്യമങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു ധൃതി കാണിക്കേണ്ടതല്ലേ ശ്രീ സതീശൻ? ഈ ചോദ്യങ്ങൾ ന്യായമല്ലേ? അപ്പൊ സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം അന്ന് ഉദ്ദിഷ്ട കാര്യത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാരസ്മരണയാണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞെങ്കിൽ, അങ്ങനെ ഒരു സംഘം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ, ആ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്നതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനില്ലേ? ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നതിന് ശേഷവും സർവീസിൽ നിന്ന് അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെടാതെ അന്ന് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നു എന്ന രീതിയിൽ ഈ നേരത്തെ പറഞ്ഞിരുന്ന പെൻഡിങ് കേസുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം നടത്തുന്നു എന്ന് പറയുന്നത് പോലും ഈ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ കൗശലമായിരുന്നു എന്നിപ്പോൾ വ്യക്തമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ ചോയ്സസ് ഓഫ് വേർഡ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഏതൊക്കെ വാക്കുകളാണ്? ഉപകാരസ്മരണ, കൗശലം, ഉപജാപക വൃന്ദം തുടങ്ങിയ വാക്കുകളൊക്കെ വളരെ കൃത്യമായി സെലക്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്ന ശ്രീ വി ഡി സതീശൻ ഇപ്പോൾ മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അന്നത്തെ മന്ത്രിസഭയിൽ, അതായത് അദ്ദേഹത്തിനെ പോലീസ് ചീഫായിട്ട് എലിവേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ച് അപ്രൂവ് ചെയ്തിരിക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പോലും ചില മന്ത്രിമാർ ഇതിനെക്കുറിച്ചിട്ട് എതിർത്തിരുന്നുവെന്നും ആ സമയത്ത് അജിത് കുമാറിന് വേണ്ടി മുഖ്യമന്ത്രി രക്ഷാകവചം തീർത്തു എന്നുമൊക്കെ പറഞ്ഞു. അതായത് ഇന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ ഇന്നത്തെ സർക്കാർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന രീതിയിലത്തേക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലവർ ഉപയോഗിക്കുന്ന പദങ്ങളൊന്നും തന്നെ ശ്രീ വി ഡി സതീശൻ അന്ന് ഉപയോഗിച്ചിരുന്നതിൻ്റെ 50% മൂർച്ച പോലും ഇല്ലാത്ത വാക്കുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന് ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകേണ്ടതല്ലേ? വേണമെങ്കിൽ അന്ന് ശ്രീ പിണറായി വിജയന് ഇന്ന് ഈ പറയുന്ന പോലെ സാങ്കേതികത്വം പറയാമായിരുന്നില്ലേ? അതായത് ഇന്നിപ്പോൾ കോടതിയിൽ പോകും, അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകും, അപ്പോൾ അന്നേരം അവിടെ നിന്നൊരു പരാമർശം ഇങ്ങോട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സർക്കാരിന് വലിയ പ്രശ്നമാകും, അപ്പോൾ നിങ്ങൾ എതിർത്ത് പറയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ശ്രീ പിണറായി വിജയൻ ഇതേ സാങ്കേതികത്വം പറയാമായിരുന്നല്ലോ. പോലീസ് ചീഫിന്റെ പരിഗണിക്കുന്ന സമയത്ത് എല്ലാ DGPമാരുടെ ലിസ്റ്റിനോടൊപ്പം ADGPമാരുടെ ലിസ്റ്റും കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നു. അപ്പോൾ അതിൽ ഒരാളിനെ മാത്രം അതിൽ നിന്ന് മാറ്റി നിർത്തി, അജിത് കുമാറിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അജിത് കുമാർ കേസിന് പോകും, അതുകൊണ്ടാണ് അജിത് കുമാറിനെ ഉൾപ്പെടുത്തേണ്ടി വന്നത് എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ആ ന്യായീകരണം നമ്മൾ കേട്ടില്ല. കോടതിയിൽ പോകുമെന്നൊക്കെ പറയാം. ഇപ്പോൾ നമുക്കറിയാമല്ലോ ശ്രീ വിനു, ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിൽ ഡോക്ടർ KJ റീന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന സ്ഥാനം അവർ ഓവർ സ്റ്റേ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഈ സർക്കാർ ഒരു സ്ഥലം മാറ്റം കൊടുത്തു. എന്നിട്ട് പകരം ആളെ വയ്ക്കുന്നു. അവരെന്താ ചെയ്തിരുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോകുന്നു. എന്നിട്ട് അവർ വാദിച്ചതെന്താ? ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മൂലം അവരുടെ അഡ്മിൻ കേഡർ പോസ്റ്റിലെ ഒരു സ്പെഷ്യാലിറ്റി കേഡർ മൂവ്മെന്റിലേക്ക് മാറ്റാനായിട്ട് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അവർക്ക് അനുകൂലമായിട്ട് സ്റ്റേ കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലോ ആ തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ട് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ പോയി അവർക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റേ കിട്ടി. അപ്പോൾ അതിനെ ഭയപ്പെട്ടുകൊണ്ട് സർക്കാർ ആ തീരുമാനം എടുക്കാതിരുന്നോ? ഇനി സ്റ്റേ കിട്ടിയതിന് ശേഷം സർക്കാർ എന്താ ചെയ്തേ? ഹൈക്കോടതിയിൽ പോയിട്ട് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കിയില്ലേ? ആ ഓർഡറിനെ ചലഞ്ച് ചെയ്തില്ലേ? അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം എന്ന് പറയുന്നത് ഈ രീതിയിലത്തേക്ക് ആര് വേണമെങ്കിലും പോകാം. അങ്ങനെ ആരെങ്കിലും ട്രിബ്യൂണലിൽ പോകുമോ, കോടതിയിൽ പോകുമോ, ഹൈക്കോടതിയിൽ പോകുമോ എന്നൊക്കെ പരിഗണിച്ചുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇതേപോലെ ഹെൽത്ത് സർവീസസിൽ നമ്മൾ കണ്ടതല്ലേ, സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽമാരുടെ കൂട്ട സ്ഥലം മാറ്റം കണ്ടതല്ലേ? എന്നിട്ടോ ചില ആൾക്കാർ ഇതേപോലെ ട്രിബ്യൂണലിൽ പോയില്ലേ? പോയതിനു ശേഷം എന്താ സംഭവിച്ചിരിക്കുന്നത്? അതിൽ പല ഓർഡറുകളും ആ ഓർഡറുകളൊക്കെ തന്നെ മരവിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഓർഡർ ഇടണ്ട, ആരെയും ട്രാൻസ്ഫർ ചെയ്യണ്ട എന്നാണോ സർക്കാർ തീരുമാനിച്ചത്? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അവിടെയൊന്നും ബാധകമല്ലാത്ത ഒരു പ്രത്യേക യാർഡ് സ്റ്റിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ വെക്കുന്നത് എന്നുള്ള ഒരു എന്ന് മാത്രമല്ല ശ്രീ ശ്രീജിത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് കോടതിക്ക് മുന്നിലേക്ക് എത്തിച്ചതാണല്ലോ ഈ കശുവണ്ടി കോർപ്പറേഷൻ അഴിമതി കേസിലെ പ്രോസിക്യൂഷൻ അനുമതി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ കോടതി ലക്ഷ്യ നടപടികൾ ഇനിയും തീർന്നിട്ടില്ല. ക്യാബിനറ്റിൻ്റെ തീരുമാനപ്രകാരം എടുത്ത ഒരു നടപടിയാണെന്നാണ് കശുവണ്ടി വികസന മന്ത്രി ഷിബു ബേബി ജോൺ ദില്ലിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്, അത് ഒരു മുന്നണിയുടെ തീരുമാനമാണ്, അത് മന്ത്രിസഭ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് എന്ന്. അങ്ങനെ എല്ലാ പരിശോധനകളും കഴിഞ്ഞ് എടുത്ത തീരുമാനമാണ് ആ പ്രോസിക്യൂഷൻ അനുമതി. എന്നിട്ട് ആ റിപ്പോർട്ട്, ആ പ്രോസിക്യൂഷൻ അനുമതിയുടെ ഓർഡർ കോടതിയിൽ കൊടുക്കാൻ പറ്റിയോ? അഡ്വക്കേറ്റ് ജനറൽ കൈവിറച്ചു, അദ്ദേഹം തിരിച്ചയച്ചു. എന്നിട്ട് അത് തിരുത്തി കോടതിയിൽ
കൊണ്ടുവന്നിട്ട് അവിടെ അവസാനിച്ചോ? ആ ഉദ്യോഗസ്ഥൻ ഇനി കോടതിയിൽ നിന്ന് കേൾക്കാനൊന്നും ബാക്കിയില്ല. ഇന്നും കേട്ടു. എല്ലാം ആലോചിച്ച് പരിഗണിച്ച് പരിതപ്രജ്ഞരായ ആളുകൾ എല്ലാ നിയമോപദേശവും തേടി ഉണ്ടാക്കിയ ഉത്തരവല്ലേ? അതെ, അങ്ങനെ ഉള്ളവരാണ് ഇപ്പോൾ തൊടുന്യായം പറയുന്നത്. ശ്രീ ഷിജിത് പണിക്കർ, മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ ഈ സാങ്കേതികത്വം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാവും. ഒരു റിപ്പോർട്ട് DGPക്ക് കിട്ടിയാൽ അതെങ്ങനെയാണ് സർക്കാരിലേക്ക് എത്തുന്നതെന്ന് അറിയാത്തവരല്ല തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരും. ഇതിൽ എന്താണ് ഷീറ്റ് സംശയിക്കുന്നത്? ഒന്നുകിൽ ഏതോ വലിയ സമ്മർദ്ദം. ഇവിടെ ആരോപണ വിധേയനായി നിൽക്കുന്ന MR അജിത് കുമാർ ആയതുകൊണ്ട് ഏതറ്റം വരെയും പോയി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ്. ആ സമ്മർദ്ദം ഉന്നതരായ ബിസിനസ് വ്യവസായ ആളുകളിൽ നിന്നാവാം, അത്തരം സംരംഭങ്ങളുള്ള ആളുകളിൽ നിന്നാവാം. കാരണം അവരൊക്കെയാണല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് പണം കൊടുക്കുന്നത്. അതല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാവാം. അങ്ങനെ എന്തെങ്കിലും ഒന്നില്ലാതെ ഈ 21 ദിവസം സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസിൽ ഈ റിപ്പോർട്ട് ഇരിക്കുമോ? ശ്രീവിനു, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ തന്നെയാണ്. കാരണം കഴിഞ്ഞ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ MR അജിത് കുമാറിനെ ഈ ഒരു വിഷയത്തിൽ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ന്യായങ്ങളുണ്ട്. അവരുടെ ന്യായങ്ങൾ അവരുടേത് മാത്രമായിട്ടുള്ള ന്യായങ്ങളാണ്. പക്ഷേ അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള കുറേയധികം ന്യായങ്ങളുണ്ടായിരുന്നു. ഈ സർക്കാരിന് അതില്ല. തന്നെയുമല്ല, ഒരു ആരംഭശൂരത്വം കാണിച്ച സർക്കാർ കൂടിയാണ്. അപ്പോൾ പിന്നീട് എന്തുകൊണ്ടാണ് മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനിലേക്ക്, ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഈ ആരംഭശൂരത്വം ഇപ്പോൾ കാണാത്തത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതിൻ്റെ ബാധ്യത ഈ സർക്കാരിൻ്റെ ആൾക്കാർക്കുണ്ട്. അത് ആഭ്യന്തര വകുപ്പിനായിക്കോട്ടെ, മുഖ്യമന്ത്രിക്കായിക്കോട്ടെ, അവർക്കുണ്ട്. അത് ചോദിക്കുന്ന സമയത്ത് അത് മറ്റാരുടെയെങ്കിലും അനാവശ്യ ധൃതിയായിട്ട് അതിനെ ലേബൽ ചെയ്യുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകുന്നില്ല. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾ എന്തൊക്കെയാണ് എന്ന് കണ്ട് പൊറുതിമുട്ടി അതിനെതിരെ ഒന്നടങ്കം വോട്ട് ചെയ്യണമെന്ന് പ്രത്യേകിച്ചൊരു യോഗം കൂടാതെ, ഒരു സൂം മീറ്റിങ്ങിൽ കയറാതെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഒരേ മനസ്സോടെ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ അധികാരത്തിലിരിക്കുന്നത്. മറ്റവർ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതായത് അധികാരം എന്നത് ജനങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന അവരുടെ അവകാശ സംരക്ഷണമാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു ഈ സർക്കാർ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രതീതി മാധ്യമങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ AD തോമസ് തന്നെ അതേ വാദം ഉയർത്തി. അദ്ദേഹം പറഞ്ഞത് എല്ലാ മാധ്യമപ്രവർത്തകരും ഇല്ല, എന്നാൽ അങ്ങനെ ചിന്തിക്കുന്ന മാധ്യമപ്രവർത്തകരും ഉണ്ട് എന്നാണ്. ഞാൻ ചോദിക്കുന്നത്, ശ്രീ തോമസ്, ഇപ്പോൾ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടായില്ല എന്ന് കരുതുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മേ ബി കോടതി പറഞ്ഞിട്ടായിക്കോട്ടെ, ഇപ്പോൾ ഒരു SITയുടെ അന്വേഷണം നടക്കുകയായിരുന്നു എന്ന് കരുതിക്കൊള്ളുക. അതിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ട, ഡ്യൂ പ്രോസസ്സ് അനുസരിച്ച് തന്നെ സമർപ്പിച്ചാൽ മതി എന്ന് കോടതി പറഞ്ഞിരുന്നു എന്ന് കരുതുക. ശ്രീ തോമസ് അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന് 3 ആഴ്ചക്കകം DGPയുടെ പരിഗണനയിലിരുന്നാൽ നിങ്ങൾ വെറുതെ കയ്യും കെട്ടി ആലപ്പുഴയിൽ കൂടി പോയി ചായയും കുടിച്ച് അവിടെ ഇങ്ങനെ നടക്കുമോ, അതോ നിങ്ങൾ പ്രതിഷേധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ ആ സമയത്ത് എന്തൊക്കെ വാദങ്ങളാണോ ഉയർത്തുന്നത്, ആ വാദങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾ ഉയർത്തുന്നത്. അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളോട് താങ്ക്ഫുൾ ആവുകയാണ് വേണ്ടത്. അതല്ലാതെ മാധ്യമങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയല്ല, ചില മാധ്യമങ്ങൾ അങ്ങനെ ഉണ്ട് എന്ന് പറയുകയല്ല വേണ്ടത്. ശ്രീ തോമസിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ശ്രീ അജിത് കുമാറിനെ വിമർശിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം ഒരു ക്രിമിനലാണ് എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു ക്രിമിനൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തിനെ കുറ്റം ചുമത്തി പ്രോസിക്യൂട്ട് ചെയ്ത് തെളിയിച്ച് ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടുന്നതിൻ്റെ ഉത്തരവാദിത്തം ഈ സർക്കാരിലുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് മുൻവിധി പറയാനായിട്ട് ഞാൻ ആളല്ല. പക്ഷേ താങ്കൾ ഇവിടെ പറഞ്ഞ എന്താണ്, കാക്കിയിട്ട ക്രിമിനലാണ് അജിത് കുമാർ എന്നുള്ള കൃത്യമായിട്ടുള്ള അഭിപ്രായം ഭരണപക്ഷ MLA കൂടിയായിട്ടുള്ള ശ്രീ AD തോമസിനുണ്ട്. താങ്കൾ തന്നെ അങ്ങനെ വിശേഷിപ്പിക്കുന്ന സമയത്ത് താങ്കളുടെ വാക്ക് കടമെടുത്താൽ ആ ക്രിമിനൽ, എൻ്റെ അഭിപ്രായമല്ല, താങ്കളുടെ വാക്ക് കടമെടുക്കുകയാണ്, ആ ക്രിമിനൽ ഇപ്പോഴും ഈ കാക്കിയിലാണ് ശ്രീ തോമസ്. അദ്ദേഹം കൂടുതൽ ഉത്തരവാദിത്തത്തിലേക്കും ചുമതലയിലേക്കും പോകാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരു ചെറിയ നടപടി പോലും അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിലൊരു അസ്വാഭാവികത ശ്രീ തോമസിന് തോന്നുന്നില്ല, ചില മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് തോന്നുന്നത് എന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ ശ്രീ തോമസിനുണ്ടായിരിക്കാം, പക്ഷേ കോൺഗ്രസിലുള്ള ലാർജറായിട്ടുള്ള ആൾക്കാർക്ക് അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതല്ലേ? ഈ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ശ്രീ സതീശൻ അല്ല എന്ന് കരുതിക്കോളും. മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാകുമോ ശ്രീ തോമസ് താങ്കളുടെ സമീപനം? ഞാൻ ചോദിക്കുന്നത്, ശ്രീ തോമസ്, താങ്കൾക്ക് മറുപടി ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മൾ തമ്മിലുള്ള തർക്കമല്ലല്ലോ. ഞാൻ ചോദിക്കാം, ശരി, ഇപ്പൊ ഇത് DGP റിട്ടേൺ ചെയ്യുന്നു,
ഞാൻ തോമസിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. താങ്കൾക്കൊരു ക്ലാരിറ്റി കൊടുക്കാൻ കഴിയുമെങ്കിൽ നല്ലത്. എത്ര സമയമാണ് ഈ തുടരന്വേഷണത്തിന് നൽകിയിരിക്കുന്നത്? എപ്പോഴത്തേക്കാണ് പുതിയ റിപ്പോർട്ട് DGPക്ക് സമർപ്പിക്കപ്പെടുന്നത്? ആ പുതിയ റിപ്പോർട്ട് കിട്ടിയാൽ DGP എത്ര ദിവസത്തിനുള്ളിൽ തൻ്റെ ശുപാർശയോടുകൂടി ആ റിപ്പോർട്ട് ഹോം സെക്രട്ടറി വഴി സർക്കാരിന് സമർപ്പിക്കും? എന്നിട്ട് സർക്കാർ അത് എപ്പോഴത്തേക്ക് പഠിച്ച് തീരും? എന്നിട്ട് അതിനുശേഷം സർക്കാർ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന് തീരുമാനം എപ്പോഴെടുക്കും? എന്നിട്ട് അത് എപ്പോഴത്തേക്ക് മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വെക്കും? എപ്പോഴത്തേക്ക് അതൊരു ഓർഡറായിട്ട് ഇറങ്ങും? ഞാൻ പറഞ്ഞു ഇതങ്ങ് പറഞ്ഞാൽ മതി, നമുക്ക് ആർക്കും ധൃതിയില്ല. ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ധൃതിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുമെങ്കിൽ ഞാനും ആ ധൃതിയിലുള്ള ആൾക്കാരാണ്. കാരണം ഇത് കേവലം ഒരു 2 കോൺഗ്രസ്സുകാരെ തല്ലി എന്ന രീതിയിലത്തേക്കല്ല നമ്മളാരും ഇതിനെ കാണുന്നത്. ഇനിയിപ്പോൾ നാളെ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങളുടെ പോലീസ് തല്ലിയാൽ നിങ്ങൾക്ക് എന്താ നാട്ടുകാരെ എന്ന് ചോദിച്ചു പോകുമല്ലോ. ഞങ്ങൾ നിങ്ങളുടെ കോസിന് നിങ്ങൾക്ക് വേണ്ട എങ്കിലും അതിന് നിൽക്കുന്നതിൻ്റെ കാരണം ഇത് കേവലം നേരത്തെ പറഞ്ഞതുപോലെ 2 പേരെ തല്ലിയതുപോലെ കാണുന്ന ഒരു കേസല്ല. സമാധാനപരമായി ഭരണകൂടത്തിൻ്റെ അനീതിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള മൗലികാവകാശത്തിനെ റദ്ദ് ചെയ്തുകൊണ്ട് ഭരണഘടനയെ തന്നെ റദ്ദ് ചെയ്യുന്ന രീതിയിലത്തേക്ക് നടത്തിയിരുന്ന ഒരു കാടൻ നടപടിയായതുകൊണ്ടല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട്? താങ്കൾ ഈ കാക്കിയിട്ട ക്രിമിനൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഒരാൾ ക്രിമിനൽ ആവുക? എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിലുള്ളത്? ഇതിൽ ഗൂഢാലോചനയില്ലേ? മെറ്റീരിയൽ എവിഡൻസ് അടക്കം നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമില്ലേ? കേസ് ഡയറി തിരുത്താനായിട്ട് പറഞ്ഞില്ലേ? അന്വേഷണത്തിനെ വഴിതെറ്റിക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതല്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചു എന്നല്ലേ? അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നല്ലേ? ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് അഭിപ്രായമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോഴും കാക്കിയിലിരിക്കുകയും മറ്റൊരു ഉയർന്ന സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്താൽ അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഇവിടെ ആരാണ് ഇനി ചെയ്യേണ്ടത്? ഡിവൈഎഫ്ഐക്കാരെ വിളിക്കണോ? നിങ്ങൾ തല്ലുകൊണ്ട കേസിൽ ഡിവൈഎഫ്ഐക്കാരെയും യുവമോർച്ചക്കാരെയും വിളിക്കണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന വളരെ ലളിതമായിട്ടുള്ള നടപടിയാണ്.